എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. അവന് ഒരു ഫോണുണ്ടോ? ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഇല്ലേ? ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതായത് ഉണ്ട്, ഉണ്ടോ, ഇല്ല, ഇല്ലേ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. എനിക്ക് ഒരു കാറുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ ഹാവ് എ കാർ. എങ്ങനെയാണ്? ഐ ഹാവ് എ കാർ. എനിക്ക് ഒരു കാറുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ എനിക്ക്. ഐ എന്ന വാക്കിന് ഞാൻ എന്നും അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് എന്നുള്ള അർത്ഥമാണ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇവിടെ നമ്മൾ ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ ഏത് വാക്കാണ് ഉപയോഗിച്ചത്? ഹാവ്. ഐ ഹാവ്, എനിക്ക് ഉണ്ട്. എ കാറ്, ഒരു കാറ്. ഐ ഹാവ് എ കാർ. എനിക്ക് ഒരു കാറുണ്ട്. ഇനി അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ട് എന്നെങ്ങനെയായിരിക്കും പറയാം? ദേ ഹാവ് മെനി ഫ്രണ്ട്സ്. എങ്ങനെയാണ്? ദേ ഹാവ് മെനി ഫ്രണ്ട്സ്. അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. ദേ എന്ന് പറഞ്ഞാൽ അവർക്ക്, ഹാവ് ഉണ്ട്, മെനി ധാരാളം, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ദേ എന്നുള്ളതാണ്. ദേ എന്ന സബ്ജക്റ്റ് ബഹുവചനമാണ്. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. പ്ലൂരൽ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ ഹാവ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഒരൊറ്റ ആൾ മാത്രമാണെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ സബ്ജക്റ്റ് ഐ ആവുമ്പോഴും ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാവ് എ കാർ എന്ന് ഉപയോഗിച്ചത്. ഐ ഹാസ് എ കാർ എന്ന് ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. ഇനി നിനക്ക് ഒരു ബൈക്കുണ്ട്. എങ്ങനെ പറയാ? യു ഹാവ് എ ബൈക്ക്. എങ്ങനെയാണ്? യു ഹാവ് എ ബൈക്ക്. നിനക്ക് ഒരു ബൈക്കുണ്ട്. യു എന്ന വാക്കിന് നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടും പറയുന്നതിന് യു എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. യു എന്ന വാക്കിന് ശേഷം എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ട് എന്നെങ്ങനെയാണ് പറയുക? വി ഹാവ് ക്ലാസ് ടുമോറോ. എങ്ങനെയാണ്? വി ഹാവ് ക്ലാസ് ടുമോറോ. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ട്. വി എന്ന വാക്കിന് ഞങ്ങൾക്ക് എന്നും നമ്മൾക്ക് എന്നും അർത്ഥമുണ്ട്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. വി എന്ന സബ്ജക്റ്റ് പ്ലൂരൽ സബ്ജക്റ്റാണ്. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ ഹാവ് ഉപയോഗിച്ചത്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം പ്ലൂരൽ സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ്. അതുപോലെ തന്നെ ഐ എന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. അവിടെയെല്ലാം ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ ഏത് വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്? ഹാവ്. ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സെൻറ്റൻസുകൾ നോക്കാം. അതായത് ഹാസ് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ നോക്കാം. അവന് ഒരു ഫോണുണ്ട്. എങ്ങനെയാണ് പറയുക? ഹി ഹാസ് എ ഫോൺ. എങ്ങനെയാണ്? ഹി ഹാസ് എ ഫോൺ. അവന് ഒരു ഫോണുണ്ട്. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ ഹാസ് ഉപയോഗിച്ചത്. ഹാവ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. എങ്ങനെയാണ് പറയുക? രാഹുൽ ഹാസ് എ മീറ്റിംഗ് ടുഡേ. എങ്ങനെയാണ്? രാഹുൽ ഹാസ് എ മീറ്റിംഗ് ടുഡേ. രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ഇവിടെ രാഹുൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. ഇനി എൻ്റെ അച്ഛന് ഒരു വാച്ച് ഉണ്ട് എന്നെങ്ങനെ പറയാ? മൈ ഫാദർ ഹാസ് എ വാച്ച്. എങ്ങനെയാണ്? മൈ ഫാദർ ഹാസ് എ വാച്ച്. എൻ്റെ അച്ഛന് ഒരു വാച്ച് ഉണ്ട്. മൈ ഫാദർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളേ ഉള്ളൂ. സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. ഇനി ഉണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? അതായത് നിനക്ക് ബൈക്കുണ്ടോ? അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ടോ? എന്നൊക്കെ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് പഠിക്കാം. നിനക്ക് ബൈക്കുണ്ടോ? എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് എ ബൈക്ക്. എങ്ങനെയാണ്? ഡു യു ഹാവ് എ ബൈക്ക്. നിനക്ക് ഒരു ബൈക്കുണ്ടോ? ഇവിടെ ചോദ്യാക്കുന്നതിന് വേണ്ടി തുടക്കത്തിലെ ഡു എന്ന സഹായക ക്രിയ ചേർത്തു. ഇവിടുത്തെ സബ്ജക്റ്റ് യു എന്നുള്ളതാണ്. യു എന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂരലായിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോൾ ഡു എന്ന സഹായക ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ ഡസ് എന്ന സഹായക ക്രിയയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡു ദേ ഹാവ് മെനി ഫ്രണ്ട്സ്. എങ്ങനെയാണ്?
ഡു ദേ ഹാവ് മെനി ഫ്രണ്ട്സ്? അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ടോ? ഇവിടെ ദേ എന്ന സബ്ജക്റ്റ് പ്ലൂരൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഡു എന്ന സഹായക ക്രിയ തുടക്കത്തിൽ ചേർത്തത്. ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ചോദ്യം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവന് ഒരു ഫോൺ ഉണ്ടോ? എങ്ങനെയാണ് ചോദിക്കുക? ഡസ് ഹി ഹാവ് എ ഫോൺ? എങ്ങനെയാണ്? ഡസ് ഹി ഹാവ് എ ഫോൺ? അവന് ഒരു ഫോൺ ഉണ്ടോ? ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഡസ് എന്ന സഹായക ക്രിയ ഉപയോഗിച്ചത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഡസ് എന്ന സഹായക ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ ഹാവ് എന്നാണ് ഉപയോഗിച്ചത്, ഹാസ് എന്ന് ഉപയോഗിക്കരുത്. ഇത്തരത്തിൽ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഡസ് എന്ന സഹായക ക്രിയ വന്നു കഴിഞ്ഞാൽ അവിടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്, ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഡസും ഹാസും ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ വരില്ല. ഡസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഹി ഹാവ് എ ഫോൺ എന്ന് ഉപയോഗിച്ചത്. ഇനി അത് ചോദ്യം അല്ലെങ്കിലോ, അവനൊരു ഫോൺ ഉണ്ട് എന്ന് മാത്രമാണെങ്കിൽ ഹി ഹാസ് എ ഫോൺ എന്ന് മതി. കാരണം അവിടെ ഡസ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഡസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്, ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്ത സെൻറ്റൻസ്, രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡസ് രാഹുൽ ഹാവ് എ മീറ്റിംഗ് ടുഡേ? എങ്ങനെയാണ്? ഡസ് രാഹുൽ ഹാവ് എ മീറ്റിംഗ് ടുഡേ? രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടോ? രാഹുൽ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഡസ് എന്ന സഹായക ക്രിയ ഉപയോഗിച്ചത്. പിന്നെ അവിടെ ഹാസ് അല്ല ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇല്ല എന്നെങ്ങനെയാണ് പറയാം? അതായത് എനിക്ക് കാറില്ല, ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് ഒരു കാറില്ല എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് എ കാർ. എങ്ങനെയാണ്? ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്ക് ഒരു കാറില്ല. ഒരു ഡോണ്ട് ചേർക്കുക ആ സെൻറ്റൻസിൽ. ഐ എന്ന സബ്ജക്റ്റിന് ശേഷവും ഹാവിന് തൊട്ട് മുമ്പായിട്ടും ഒരു ഡോണ്ട് ചേർക്കാം. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ല. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഉണ്ട്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ല. ഐൻ്റെ കൂടെ എപ്പോഴും ഡോണ്ട് ആണ് ഉപയോഗിക്കേണ്ടത്. ഡോണ്ട് എന്നത് ഏതിൻ്റെ ചുരുക്കരൂപമാണ്? ഡു നോട്ട്. ഈ രണ്ട് വാക്കുകളുടെ ചുരുക്കരൂപമാണ് ഡോണ്ട് എന്നുള്ളത്. അതായത് ഐ ഡു നോട്ട് ഹാവ് എ കാർ എന്നും പറയാം, പക്ഷെ പറയാൻ എളുപ്പം ഏതാണ്? ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നുള്ളതാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാ? വി ഡോണ്ട് ഹാവ് ക്ലാസ് ടുമോറോ. എങ്ങനെയാണ്? വി ഡോണ്ട് ഹാവ് ക്ലാസ് ടുമോറോ. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. ഇവിടെ വി എന്ന സബ്ജക്റ്റ് പ്ലൂരലാണ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഡോണ്ട് എന്ന് ഉപയോഗിച്ചത്. വി ഡോണ്ട് ഹാവ് ക്ലാസ് ടുമോറോ. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. അവന് ഒരു ഫോൺ ഇല്ല. എങ്ങനെയാണ് പറയാ? ഹി ഡസിൻറ്റ് ഹാവ് എ ഫോൺ. എങ്ങനെയാണ്? ഹി ഡസിൻറ്റ് ഹാവ് എ ഫോൺ. അവന് ഒരു ഫോൺ ഇല്ല. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഡസിൻറ്റ് എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഡസിൻറ്റ് എന്ന് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ ഡോണ്ടും എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ ആകുമ്പോഴും ഡോണ്ട് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഡസിൻറ്റ് എന്നത് ഏതിൻ്റെ ചുരുക്കരൂപമാണ്? ഡസ് നോട്ട്. ഈ രണ്ട് വാക്കുകളുടെ ചുരുക്കരൂപമാണ് ഡസിൻറ്റ് എന്നുള്ളത്. അതായത് ഹി ഡസ് നോട്ട് ഹാവ് എ ഫോൺ എന്നും പറയാം, പക്ഷെ പറയാൻ എളുപ്പം ഏതാണ്? ഹി ഡസിൻറ്റ് ഹാവ് എ ഫോൺ എന്നുള്ളതാണ്. അവിടെ ഡസ് വന്നത് കൊണ്ട് ഹാസ് ഉപയോഗിക്കരുത്, ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ്, എൻ്റെ അച്ഛന് ഒരു വാച്ച് ഇല്ല. എങ്ങനെയായിരിക്കും പറയാ? മൈ ഫാദർ ഡസിൻറ്റ് ഹാവ് എ വാച്ച്. എങ്ങനെയാണ്? മൈ ഫാദർ ഡസിൻറ്റ് ഹാവ് എ വാച്ച്. എൻ്റെ അച്ഛന് ഒരു വാച്ച് ഇല്ല. ഇനി ഇല്ലേ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? നിനക്ക് ബൈക്കില്ലേ? അവന് ഫോണില്ലേ? എന്നൊക്കെ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ ചോദിക്കുക? നിനക്ക് ബൈക്കില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഡോണ്ട് യു ഹാവ് എ ബൈക്ക്. എങ്ങനെയാണ്? ഡോണ്ട് യു ഹാവ് എ ബൈക്ക്. നിനക്ക് ഒരു ബൈക്കില്ലേ? ഉണ്ടോ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതായത് നിനക്ക് ബൈക്കുണ്ടോ, അവന് ഫോണുണ്ടോ, രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഡു യു ഹാവ് എ ബൈക്ക്, ഡസ് ഹി ഹാവ് എ ഫോൺ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അവിടെയൊക്കെ ഉണ്ടോ എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇല്ലേ എന്ന അർത്ഥം കിട്ടണം. അതിനെ ഇത്ര മാത്രം ചെയ്താൽ മതി. ഡു എന്ന വാക്കിനെ ഡോണ്ട് എന്നാക്കുക, ഡസ് എന്ന വാക്കിനെ ഡസിൻറ്റ് എന്ന് ആക്കുക. ഡു യു ഹാവ് എ ബൈക്ക്, നിനക്ക് ഒരു ബൈക്കുണ്ടോ എന്നാണ്. ഇനി നമുക്ക് നിനക്കൊരു ബൈക്കില്ലേ എന്നാക്കാനേ ഡോണ്ട് യു ഹാവ് എ ബൈക്ക്
എന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് യു ഹാവ് എ ബൈക്ക്? നിനക്ക് ഒരു ബൈക്ക് ഇല്ലേ? അപ്പോൾ ഇല്ലേ എന്നർത്ഥം കിട്ടി. ഇനി അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഡു ദേ ഹാവ് മെനി ഫ്രണ്ട്സ്? ഡു ദേ ഹാവ് മെനി ഫ്രണ്ട്സ്? അവർക്ക് ധാരാളം കൂട്ടുകാരുണ്ടോ? അപ്പോൾ ഡൂനെ ഡോണ്ട് എന്നാക്കുക. ഡോണ്ട് ദേ ഹാവ് മെനി ഫ്രണ്ട്സ്? അവർക്ക് ധാരാളം കൂട്ടുകാരില്ലേ? ഇല്ലേ എന്ന് അർത്ഥം കിട്ടും. ഇനി സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. ഡസിൻറ്റ് ഹി ഹാവ് എ ബൈക്ക്? അവന് ഒരു ബൈക്കില്ലേ? അതുപോലെ തന്നെ ഡസിൻറ്റ് രാഹുൽ ഹാവ് എ മീറ്റിംഗ് ടുഡേ? രാഹുലിന് ഇന്നൊരു മീറ്റിംഗ് ഇല്ലേ? ഇല്ലേ എന്ന് അർത്ഥം കിട്ടും. ഇതുപോലെ ധാരാളം സെൻറ്റൻസുകളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം നിത്യ സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.